ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും. ഭാരതത്തിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-ന് ഓടിത്തുടങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഘട്ടം ഘട്ടമായാണ് ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ സൂറത്ത് ബിലിമോറ പാതയും തുടർന്ന് വാപ്പി സൂറത്ത് പാതയും പ്രവർത്തനക്ഷമമാകും. അതിനുശേഷം വാപ്പി അഹമ്മദാബാദ് സെക്ഷൻ, തുടർന്ന് താനെ അഹമ്മദാബാദ്, ഒടുവിൽ മുംബൈ അഹമ്മദാബാദ് ഇടനാഴി എന്നിവയും തുറക്കും. മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലെ സബർമതിയിലേക്കുള്ള ഹൈസ്പീഡ് റെയിൽ കൊറിഡോറിന് 508 കിലോമീറ്ററാണ് ദൂരം. 2 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് ദൂരം പിന്നിടുക. 12 സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു. വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന പരമാവധി 350 കിലോമീറ്റർ മണിക്കൂറിൽ. വിശ്വസ്തതയ്ക്കും സുരക്ഷയ്ക്കും പേരുകേട്ട ജപ്പാനിലെ ഷിങ്കൻസനിൽ നിന്നും ഉള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. താനെ ക്രീക്കിനടുത്തുള്ള 7 കിലോമീറ്റർ കടലിനടിയിലെ തുരങ്കം എഞ്ചിനീയറിംഗ് വിസ്മയത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുരങ്ക മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള നൂതന ഭൂകമ്പ കണ്ടെത്തൽ സംവിധാനങ്ങളും എയറോഡൈനാമിക് ഡിസൈനുകളും സവിശേഷതകളാണ്. സൗകര്യങ്ങൾ: അത്യാധുനിക ഇരിപ്പിടങ്ങൾ, വിശ്രമമുറികൾ, വീൽചെയർ, ഉപഭോക്താക്കൾക്ക് വിശാലമായ ടോയ്ലറ്റുകളും രോഗബാധിതരായ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും ലഭിക്കും. ഭാവി വിവിധ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളുമായി സംയോജിപ്പിക്കാവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത സ്റ്റേഷനുകൾ എന്നിവ മറ്റു പ്രത്യേകതകളാണ്.